ഇന്നത്തെ നമുക്കൊരു ഷോർട്ട് വീഡിയോ ആണ്. വോൾവോ വെഹിക്കിൾസിൽ TPMS കാലിബ്രേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണിച്ചിരുന്നത്. TPMS എന്ന് പറയുമ്പോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സെൻസർ എന്നാണ് പറയുക. ടയർ പ്രഷർ കുറഞ്ഞ് വാർണിംഗ് വന്നു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ വെഹിക്കിൾ ഒരു 2016 മോഡലാണ്. ഇത് സസ്പെൻഷൻ വർക്കിന് വേണ്ടി വന്നതാണ്. റിയർ ലെഫ്റ്റിൽ നല്ല രീതിയിൽ പഞ്ചർ ഉണ്ടായിരുന്നു. ഇത് ക്ലിയർ ചെയ്തിട്ട് എയർ ഫില്ല് ചെയ്തിട്ടും ഇതിന്റെ വാർണിംഗ് പോകുന്നുണ്ടായിരുന്നില്ല. നോർമലി അങ്ങനെയാണ്. അപ്പോൾ അത് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെഹിക്കിളിൻ്റെ അകത്ത് നമ്മൾ കീ ഇൻസെർട്ട് ചെയ്തിട്ട് ഇഗ്നീഷൻ ഓൺ ചെയ്യുക. ഇഗ്നീഷൻ ഒരു 5 സെക്കൻഡ് ഇത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇഗ്നീഷൻ ഓൺ ആവും. നമുക്ക് ഇതിൽ കാണാം ഇതിന്റെ TPMS സെൻസർ ഓൾറെഡി ഈ വാർണിംഗ് ബ്ലിങ്ക് ചെയ്തിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പോപ്പപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് വെഹിക്കിളിൻ്റെ അകത്ത് മെനു എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ലോഡായി വരുന്നുള്ളൂ. മെനു ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് ഈ ടയർ മോണിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട് കാലിബ്രേഷൻ കണ്ട റിയർ ലെഫ്റ്റിലാണ് ഇപ്പോൾ യെല്ലോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് എടുക്കുന്നത്. ബാക്കിയെല്ലാം ഗ്രീൻ ആണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫില്ല് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നിന്ന് വാർണിംഗ് ഇപ്പോൾ പോയിട്ടുണ്ട്. കാലിബ്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം രണ്ടാമത് എടുത്തു നോക്കിയാൽ കാണാം ഫുള്ള് ഗ്രീൻ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്താലും അപ്പോൾ തന്നെ ഇത് കാലിബ്രേഷൻ ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഈ വാർണിംഗ് ക്ലിയർ ആയിട്ട് പോകുള്ളൂ. ന്യൂ മോഡൽ വെഹിക്കിൾസിന് എങ്ങനെ ഇത് കാലിബ്രേറ്റ് ചെയ്യാന്നുള്ള അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് അറിയുന്ന ആൾക്കാരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. വോൾവോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ നാട്ടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. താങ്ക് യു.